ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്ക് വീണ്ടും കത്തയക്കാൻ സർക്കാർ നീക്കം. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്ന നിലപാടിന് നിയമപരിരക്ഷ ഇല്ലെന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിവാദത്തിൽ ഗവർണർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നും തുറന്നടിച്ചു. കാവിക്കൊടി ഏന്തിയ സ്ത്രീയെ പൂവിട്ട് പൂജിക്കുന്ന ഗവർണർ ഭരണഘടനയെ ആക്ഷേപിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗം, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല എന്നാണ് സർക്കാരിൻ്റെ ആദ്യ കത്തിന് ഗവർണറുടെ മറുപടി. അതായത് ഇനിയുള്ള പരിപാടികളിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബ ഉണ്ടാകുമെന്ന് വ്യക്തം. ഗവർണർ പഴയ നിലപാട് ഔദ്യോഗികമായി ആവർത്തിക്കുന്നതോടെ പിന്നോട്ടു പോകേണ്ടെന്ന് സർക്കാരും കരുതുന്നു. ഭരണഘടനാ തത്വങ്ങൾ ഓർമ്മപ്പെടുത്തി വീണ്ടും ഗവർണർക്ക് കത്തയക്കാൻ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് വിശദമായ കുറിപ്പായിരിക്കും ഇനി നൽകുക. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്ന നിലപാടിന് നിയമപരിരക്ഷ ഇല്ലെന്ന് അറിയിക്കും. ഗവർണർ ചൂണ്ടിക്കാട്ടിയത് സങ്കല്പം മാത്രമാണ്. പൊതുചിഹ്നമല്ലാത്തത് ഉപയോഗിക്കുന്നത് ദേശീയ പതാകയെയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഓർമ്മപ്പെടുത്തും. വീണ്ടും പഴയ നിലപാട് ആവർത്തിച്ച് ഗവർണർ കത്തയച്ചാൽ നിയമപരമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കും. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം മതപരമായ ചിഹ്നമാണെന്ന് ആവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി ഗവർണറുടെ നടപടി സമൂഹത്തിൽ വിഭാഗീയത വളർത്തുമെന്നും വിമർശിച്ചു. ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും വീണ്ടും ഈ ഭാരതാംബെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി സർവകലാശാല സെനറ്റ് ഹാളിലുണ്ടായ തർക്കത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് വിശദീകരണം നൽകും. നിബന്ധനകളെല്ലാം സംഘാടകരായ പത്മനാഭ സേവാ സമിതി ലംഘിച്ചെന്നും പരിപാടി റദ്ദാക്കിയിട്ടും ഗവർണർ പങ്കെടുത്തുവെന്നും ചൂണ്ടിക്കാണിച്ചായിരിക്കും വിശദീകരണം. രജിസ്ട്രാറുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഗവർണർ. തൃപ്തികരമല്ലെങ്കിൽ രജിസ്ട്രാർക്കെതിരെ ചാൻസലർ കൂടിയായ ഗവർണർ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.